ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കടരംകുളത്താണ്. കടരംകുളം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം കടരംകുളത്താണ്. ഇവിടെ ഒരു പുതിയ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്, ഹോട്ടൽ ലേക്ക് പാലസ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെനുവിലും റെസ്റ്റോറൻറ്റ്സിലും ബാക്കി എല്ലായിടത്തിലും ബാക്കിയുള്ള കുസൈൻസ് അപേക്ഷിച്ച് നമ്മുടെ നാടൻ ഫുഡുകൾക്ക് ഇത്തിരി ബൂസ്റ്റപ്പ് നൽകിയിട്ടുണ്ട്. പല രീതിയിലുള്ള നല്ല നാടൻ ഫുഡുകൾ, വിഭവങ്ങൾ നമ്മുടെ മെനുവിലും ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ബാക്കി വിശേഷങ്ങളും അതിൻ്റെ രുചിയും എല്ലാം നമുക്ക് ഉള്ളിൽ പോയിട്ട് അറിയാം, ചോദിച്ച് മനസ്സിലാക്കാം. വാ. നല്ലൊരു പ്രോപ്പർട്ടി, ഒരു ആൻറ്റിക് ഫീലൊക്കെ. നമസ്കാരം വിഷ്ണു. അപ്പോൾ അതാണ് അനൂപ് ജി നായർ, മിസ്റ്റർ അനൂപ് ജി നായർ, ഇവിടുത്തെ GM. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഹോട്ടൽ ലേക്ക് പാലസ് മെയിൻലി സിറ്റുവേറ്റ് ചെയ്യുന്നത് കഠിനംകുളം ലേക്കിൻ്റെ സൈഡിലായിട്ടാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ. എനിക്ക് ഒരു കാര്യം പറയാനുള്ള വന്നപ്പോൾ തന്നെ നല്ലൊരു ആൻറ്റിക് ഫീൽ എനിക്ക്. താങ്ക് യു വെരി മച്ച്. സീരിയസ്ലി. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ഉള്ളിലേക്ക് സിറ്റി ചെയ്യുന്നത്? കടനംകുളം എന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സിറ്റി ചെയ്യുന്നത്. കാരണം നമ്മുടെ മെയിൻലി ട്രിവാൻഡ്രത്ത് വലിയ വലിയ ഹോട്ടൽസ് എല്ലാം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇൻസൈഡ് സിറ്റിയാണ്. സോ ഇൻസൈഡ് സിറ്റിയും ഒരു റിമോട്ട് ഏരിയയിലെ ഹോട്ടൽസും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴേ ഫീൽ ചെയ്യുള്ളൂ. ഒരു പ്രൈവസി, ഒരു മീൻസ് പ്രൈവസി ആയിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഔട്ട് ഓഫ് ദ സിറ്റി ട്രിവാൻഡ്രം ലേക്ക് പാലസ്. അതെ, ഇവിടുത്തെ ആംബിയൻസും അറ്റ്മോസ്ഫിയറും എല്ലാം എനിക്ക് ഒരു നല്ലൊരു ഒറ്റപ്പെട്ട ഒരു ഫീൽ. അത് തന്നെയാണ് നമ്മുടെ മോട്ടീവ്. കാരണം ഇങ്ങനെ പ്രൈവസി വേണ്ട ആൾക്കാർക്ക് നമുക്കിവിടെ 24 റൂംസ് ഉണ്ട്. 24 റൂംസിൽ ഒരു റൂം സ്യൂട്ട് റൂമാണ്, ബാക്കി സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്, ഡീലക്സ് റൂംസ് ഉണ്ട്. ഈ റൂംസ് 4 സ്റ്റാർ ക്ലാസിഫൈഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഡീലക്സ് റൂംസ് മീൻസ് ഈ സൈഡിൽ വരുന്ന റൂംസ് മുകളിൽ ഫേസ് ചെയ്യുന്നത് ലേക്കിലേക്കാണ്, കടനംകുളം ലേക്കിലേക്കാണ്. ലേക്കിനടുത്തായിട്ട് നമുക്ക് ലോണുണ്ട്, പൂളുണ്ട്, പൂൾ സൈഡ് ഒരു ചെറിയ ലോഞ്ച് ഉണ്ട്, സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കോഫി ഷോപ്പ്, ദെൻ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് മീൻസ് നമ്മൾ ഒരുവിധം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് വേൾഡ് വൈഡ് കിട്ടാവുന്ന എല്ലാ ഫുഡും, മീൻസ് കോണ്ടിനെൻ്റൽ, ചൈനീസ്, ലബനീസ്, തായ്, എല്ലാ ഫുഡും നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ മെനു ചെയ്തേക്കുന്നത്. അപ്പം ആർക്ക് വന്നാലും അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൊടുക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അറിഞ്ഞത് ഈ മെനുവിൽ മൾട്ടി ക്യൂസിന് ഒപ്പം തന്നെ നമ്മുടെ നാടൻ സാധനങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടെന്ന് ഞാൻ നമ്മൾ അത് നമ്മുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് 4 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ള ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒരു സെക്ഷൻ, മെനു സെക്ഷൻ, ഒരു വലിയ സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഉണ്ട്. കാരണം നമ്മുടെ മെനുവിലും നമ്മൾ സ്പെഷ്യലി ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മുടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് സീ ഫുഡ്സിലാണ്. എന്തുകൊണ്ടാണ് പക്ഷേ നാടൻ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കാരണം ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഈവൻ ഫോറിനേഴ്സ് പോലും ദേ ആർ ലൈക്ക് ടു ഹാവ് ദ ഒതൻറ്റിക് ഫുഡ്, what we can serve in the തനതായ ഫുഡ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഫിഷ് കറി, അങ്ങനെയുള്ള ഫിഷ് മീൻസ് സീ ഫുഡ്, സ്ക്വിഡ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, അങ്ങനെയുള്ള അതൊക്കെ വെച്ച് ചെയ്യുന്നത്. കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ ഇതൊരു മീൻസ് ഈ ഒരു ഏരിയ ആയതുകൊണ്ട് എപ്പോഴും ഫ്രഷ് ഫിഷ് അവൈലബിൾ ആണ്. അല്ലാതെ ബാക്കി കടലാണ്, ആ സൈഡ് ബീച്ചാണ്, ഈ സൈഡ് ലേക്കാണ്. അതാണ് ഇവിടെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ഇല്ല ബീച്ചിലേക്ക്. അവിടെ എല്ലാം അവിടെ ഈ റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ റോഡ് പോയി കഴിഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ നമുക്ക് ഫിഷ് ഒരിക്കലും നമുക്ക് ഫ്രോസൺ ഉപയോഗിക്കേണ്ട കാരണം വരുന്നില്ല. ഫ്രഷ് ഫിഷ് നമുക്ക് ഡെയിലി സപ്ലൈ ചെയ്യുന്ന ആളുണ്ട് ഇവിടെ. അപ്പോൾ ഏത് വേണമെങ്കിലും പുള്ളി മോർണിംഗ് ഒരു 8 to 5 ഈവനിങ് ആ ടൈമിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഫിഷ് ഏത് വേണമെങ്കിലും, മീൻസ് സ്ക്വിഡ് ആണെങ്കിലും സിയ ഫിഷ് ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഫിഷിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, സീ ഫുഡാണ് ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് റൂംസ് അവൈലബിൾ ആണ് ഇവിടെ. റൂംസ് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ താമസിക്കണമെങ്കിൽ ഇപ്പോൾ തരുമോ? പിന്നെന്താ, റെഡിയാണ്, എല്ലാം റെഡിയാണ്, ഫുൾ റണ്ണിങ് ആണ്, പ്രോപ്പർട്ടി ഫുൾ റണ്ണിങ് ആണ്. റൂംസ് പിന്നെ നമുക്ക് ബാങ്കറ്റ് ഹാൾസ് ഉണ്ട്, 300 to 500 കപ്പാസിറ്റി ബാങ്കറ്റ് ഹാൾ ഉണ്ട്. ചെറിയ മിനി ഹാൾ മീൻസ് ബോർഡ് റൂം ഉണ്ട്, ഒരു 50 കപ്പാസിറ്റി മിനി ഹാൾ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു നമുക്ക് മിനി തിയേറ്റർ ഉണ്ട്. മിനി തിയേറ്റർ, ഇൻ ഹൗസ് തിയേറ്റർ. അത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട്, ഇൻ ഹൗസ് ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മിനി തിയേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഷോ അങ്ങനെയില്ല, ടിക്കറ്റ് ഒന്നുമില്ല. അവർ തന്നെ USB കൊണ്ടുവരാണെങ്കിൽ അവർക്ക് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മൂവി പ്ലേ ചെയ്ത് കൊടുക്കും. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആംബിയൻസ് ആണ് ഏറ്റവും വലുത്. ഓക്കെ, അധികം കത്തി വയ്ക്കാണ്. നമുക്ക് നമ്മുടെ ഷെഫിനെ പരിചയപ്പെട്ടു നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ആയിക്കോട്ടെ. ഷെഫ് റെഡിയാണ്. ഷെഫ്
ഓക്കെ. മീറ്റ് മിസ്റ്റർ വിഷ്ണു. വിഷ്ണു. എൻ്റെ പേര് അനൂപ്. അനൂപ് നമ്മുടെ ഷെഫ്. രണ്ടുപേരും അനൂപാണ്. FMB പ്രൊഡക്ഷനും സർവീസ് ഒക്കെ ആ ഒരു പേരിലും തന്നെ ഒരു ഒത്തൊരുമയുണ്ട്. ഒരു കൂട്ടായ്മ. ഇന്ന് അനൂപാണ് ഷെഫാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഫുഡ് പോകുന്നത്. ഞങ്ങൾ മെയിൻലി ഔട്ട്ഡോർ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പുറത്ത് വെച്ച് ആംബിയൻസും ഹോട്ടലും മൊത്തം കാണാനുള്ള രീതിയിൽ പുറത്താണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ പൂളിൻ്റെ അപ്പർ സൈഡിലായിട്ട്. നിങ്ങൾ രണ്ടുമല്ലേ പോകുന്നത്? നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാന്നുള്ള ഇതാണോ? ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങൾ അതിനെ പോയിട്ട് ഉണ്ടാക്കി വരുമ്പോൾ അവിടെ ഇരുന്നാൽ മതി, കാണിച്ചു തരാം. ഒന്നും തരില്ല. ഷെഫ് അങ്ങോട്ട് പോവാം. താങ്ക് യു. അപ്പോൾ ഞാനും അനൂപ് ഷെഫും കൂടി ഇങ്ങനെ വെയിലത്ത് നട്ടപ്രവെയിലത്ത് വന്നിരിക്കണേ. കാരണം നമ്മുടെ ഹോട്ടൽ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷെഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നാടനായിട്ട് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു വാഴപ്പൂ വടയാണ്. വാഴപ്പൂ വെച്ച് കൂമ്പുകൊണ്ട് നമുക്കൊരു വട ഉണ്ടാക്കാം എന്നുള്ളത്. എല്ലാവരും കൂടുതലും തോരനായാലും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു വട ഉണ്ടാക്കാം. അത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ വാഴപ്പൂവിൻ്റെ ഈ ഒരു പോർഷനാണ് വേണ്ടത്. ഈ ഒരു പൂവാണ് വേണ്ടത്. നമ്മൾ പൂവാണ് എടുക്കുന്നത്. അതാണ് വാഴപ്പൂ വട എന്നുള്ള പറയുന്നത്. കൂമ്പല്ല. പൂവിന് ഈ പൂ തേനെടുക്കുന്ന സാധനം അത് തന്നെ. നമ്മൾ ഈ പൂ എടുത്തിട്ട് ഇതിനകത്തുള്ള ഈ ഒരു ജസ്റ്റ് ഒരു നാരുണ്ട്. ഈ നാര് ഔട്ട് ചെയ്യുക. ഈ നാര് ഔട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ആ ഒരു നാര് മാത്രം എടുത്ത് ഔട്ട് ചെയ്തിട്ട് ഇത് കളഞ്ഞ് നമുക്ക് ആ ഒരു കശപ്പുണ്ടാവും അതിൻ്റെ അകത്ത് ഉണ്ടാണ്. അത് വേണ്ട, അത് വേണ്ട. അത് കഴിഞ്ഞാൽ അത് തന്നെ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അത് മാറ്റി തീർച്ചയായിട്ടും നമ്മളത് ഇത് മാറ്റി നമുക്ക് ഓൾറെഡി നമ്മളിവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതെ, ഇത് എന്തായാലും പറഞ്ഞു തരണമല്ലോ, അല്ല പിന്നെ എന്തായാലും വെയിലത്തായതുകൊണ്ട് ഇതിപ്പോൾ പോർഷൻ ഇത് മാറ്റിയിട്ട് അത് നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്യുക. ചോപ്പ് ചെയ്തതിന് ശേഷം അത് ബോയിൽ ചെയ്ത് മഞ്ഞപ്പൊടിയും കുറച്ച് ലേശം തൈര് ഇട്ടിട്ട് ബോയിൽ ചെയ്യും. ഓക്കെ, തൈരും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു സാധനം കളഞ്ഞിട്ട് കശർപ്പുള്ള ഒരു തണ്ട് കളഞ്ഞിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് തൈരും കുറച്ച് മഞ്ഞപ്പൊടി തൈരും ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങ് ബോയിൽ ചെയ്ത് തീർച്ചയായിട്ടും ബോയിൽ ചെയ്തതാണ്. ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കൊന്ന് നോക്കാം. അത് കറി ലീവ്സ്, ഇത് ക്രഷ്ഡ് പീനട്ട്, കപ്പലണ്ടി നമ്മൾ കപ്പൽ പൊടിയാക്കിയല്ല, ജസ്റ്റ് ക്രഷ് ചെയ്തത്. ലേശം ചോപ്പ്ഡ് ഓനിയൻ ആൻഡ് ബേസൻ ഫ്ലോർ, കടലമാവ് ആൻഡ് ഇത് ചോപ്പ്ഡ് ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ, ഗാർലിക്കല്ല, ഉള്ളി ജിഞ്ചർ. പിന്നെ ഇത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരു ടേസ്റ്റ് ആയിട്ടുള്ള സാധനം പനീർ ചേർക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ആവും എന്നുള്ള രീതിയിൽ. ഗ്രേറ്റഡ് പനീർ ചെയ്ത് എന്നിട്ട് നമുക്ക് ഈ കോമ്പിനേഷൻ എല്ലാം കൂടെ ഒന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഫ്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ലേക്ക് പാലസ് വന്നിട്ട് ജസ്റ്റ് ഒരു 3 months ആവുന്നുള്ളൂ. ഞാൻ കൂടുതലും ഇന്ത്യൻ ഫുഡ് തന്നെയാണ്, സൗത്ത് ഇന്ത്യൻ പിന്നെ കോണ്ടിനെൻ്റൽ ഇറ്റാലിയനൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ തനി നാടനാണ്. നമ്മൾ ഈ വാഴപ്പൂ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളല്ലേ. അതിലേക്ക് ബേസൻ ഫ്ലോർ, കടലമാവ്, ഓനിയൻ, ചോപ്പ്ഡ് ഓനിയൻ, ജിഞ്ചർ. ഒനിയൻ ഇത് ബേസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ അളവാണെങ്കിൽ മെഷർമെൻ്റ് ആണെങ്കിൽ ഈ ടീസ്പൂണിൻ്റെ ഒരു 5 ടീസ്പൂൺ. അതുപോലെ ഒനിയൻ ആണെങ്കിൽ ചോപ്പ്ഡ് ഒനിയൻ ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ. ജിഞ്ചർ 1 ടീസ്പൂൺ. ജിഞ്ചർ ഇട്ടു. അത് പച്ചമുളക്. അത് നമുക്ക് സ്പൈസിക്കായിട്ടുള്ള വടക്ക് ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഗ്രേറ്റഡ് പനീർ, റോസ്റ്റഡ് പീനട്ട്, ക്രഷ്ഡ് പീനട്ടാണ് അതിട്ടു. നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്താ സാധാ നമ്മുടെ വാങ്ങാൻ കിട്ടുന്ന തന്നെ അങ്ങനെ ഉണ്ട്. ഇത് മാത്രം നിന്നാട്ടാ. പിന്നെ കുറച്ച് കറി ലീവ്സ് ചോപ്പ് ചെയ്ത്, കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൊടുക്കുക, ഇട്ടു. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇത് നല്ലോണം മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ബേസൻ ഫ്ലോറും പനീറും ആ പീനട്ട് എല്ലാം കൂടെ നല്ലൊരു മിക്സിങ് ആണ് അതിൻ്റെ. മിക്സിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് സാൾട്ട്, കുറച്ച് ഉപ്പ്,
ഇത് കുറച്ച് ചില്ലി പൗഡർ. ചില്ലി പൗഡർ നമ്മൾ ഒരു ലൈറ്റ് സ്പൈസിക്ക് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, കുറച്ച് ചില്ലി പൗഡർ കൂടി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. കുഴച്ചങ്ങിടുക. ശേഷം നമുക്കിത് കൊണ്ട് ഷേപ്പ് ചെയ്യാം. ഒരു വട ചെറിയ രീതിയിൽ കൊണ്ട് ചെറിയൊരു വട, ചെറിയ ചെറിയ ഷേപ്പ് പോലെ. ഓക്കെ, എന്നിട്ട് എണ്ണ ഞാൻ ഇങ്ങനെ പിന്നെന്താ തീർച്ചയായിട്ടും അല്ലേ ഞാനിവിടെ നീങ്ങോ. എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് വട, നമ്മുടെ പൂവട, വാഴപ്പൂവട